എങ്ങനെ ഉണ്ടായിക്കുന്നത് കളി? ഒന്നും പറയണ്ട, ഞങ്ങൾ ഫുള്ള് ഫൗളാണ്. അതാ ഫ്രീ ആയിട്ട് പണി നോക്കിയേ. ഞാൻ കുറച്ചേരം കണ്ടുള്ളൂ, പിന്നെ പറയണ്ടോ ആ മെസ്സിയൊക്കെ വെറുതെ ഓരോ പൈസ കൊടുത്തുള്ള കളികളതൊക്കെ. ഞാൻ കുറച്ചേരം നമ്മളതിനൊക്കെ വിദ്യകളൊക്കെയാണ് ഈ കാര്യത്തിലൊക്കെ. അല്ല അവര് വാല് വെച്ച് നമ്മളീ വർക്കൗട്ട് കളി കണ്ടിട്ട് എന്താ കാര്യം? പൈസ കിട്ടിയിട്ടുള്ള കളികളതൊക്കെ അല്ലാതെ എപ്പോഴും ഇങ്ങനെ ചെയ്യും. അവർക്ക് കാര്യം, നമുക്ക് എന്ത് കാര്യമുള്ളൂ? നമുക്കൊരു കാര്യമില്ല. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈ പൊട്ടന്മാരെ പോലെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ. അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വർത്താനം പറയാൻ പറ്റിയത് എന്നതിന് കിട്ടില്ല. എന്താ ചെയ്തറിയണ്? ഞാൻ തെരയുന്നത് എന്താന്നുള്ള എന്നോട് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്താ ചേച്ചിയെ, എന്താ അറിയണ്? എന്താ പോയി? അതൊന്നുമല്ലടാ, എന്റെ കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോഴേ എന്റെ കുട്ടീന്റെ സ്വർണത്തിന്റെ ഒരു കാലുമലത്തെ പാഴ്സലും പോയി. അത് തെരഞ്ഞു നടക്കുകയാണ് ഞാനേ. കുട്ടി സ്കൂളിൽ വരുമ്പോഴേ ഇവരെ കുട്ടിയുടെ സ്വർണത്തിന്റെ കാലുമലത്തെ പോയി തരാം, അത് തെരയാത്രേ. അതാണ് ഞാൻ എന്താ പോയിന്ന് വിചാരിച്ചു, നോക്കുമ്പോ കിട്ടിയില്ലല്ലേ. ഞാൻ ഇവരോട് ചോദിച്ചു സുൽത്താനെ എന്താ പോയിന്ന്. ഇവര് അവിടെ നിന്ന് നോക്കിട്ട് വരണേ ഞാൻ കണ്ടാണേ. അത് ശരി, അത് എന്നോട് പറയേണ്ട ആവശ്യമില്ല. അപ്പോഴും പറഞ്ഞവര് ഇതേപോലെ തന്നെ ഒരു സാധനം കിട്ടിണ്ടേന്നേ. അതെന്താ? അതെന്താന്ന് ഇവരുടെ സാധനം എന്താ പോയിന്ന് ഇവര് പറയട്ടെ. എന്റെ കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോഴേ എന്റെ കുട്ടീന്റെ കാലുമലത്തെ ഒന്ന് പോയതാണ്. രണ്ടും കൂടി 3 പവനാ, 1.5 പവനാ പോയതേ. അതാ തെരഞ്ഞു നടക്കുന്നത്. നല്ല മഴ വരുന്നേ. ഇങ്ങോട്ട് വന്നേ ഞങ്ങള്. ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് വാ. സുൽത്താനെ ഒരു മിനിറ്റ് ഇട്ടാ പോരാ. ഇതേ നോക്കിക്കേ ഈശ്വരാ, ഇതാണ്. അല്ല, നിങ്ങൾക്കൊരു വിചാരം ഉണ്ടെങ്കിൽ കാറായി ബംഗ്ലാവായി ആൾക്കാരോടുള്ള ഈ നല്ലൊരു മനോഭാവം വേണം. ഇപ്പോൾ നിങ്ങളെ അഹങ്കാരം ഇത്തിരി കുറയ്ക്കണം. ഈ സാധനം കിട്ടുമ്പോഴേ ഇതൊരാൾ കണ്ടിട്ടില്ല, ഇത് കേട്ടിട്ടില്ല, ഇത് വിറ്റ് കാശാക്കി അറിയാണ്ടല്ല. മഴ കൊള്ളണ്ട, നിങ്ങൾ കയറുന്നു. ഇനി അതുകൊണ്ടൊന്നും ഉണ്ടാക്കണ്ട, അങ്ങോട്ട് കയറി. കാറും ബംഗ്ലാവും മറ്റുള്ള സാധനങ്ങളുണ്ടെന്ന് വിചാരിച്ചിട്ട് അഹങ്കരിക്കരുത്. ഇതൊരു പനി പിടിച്ച തീരാവുന്ന കേസുള്ളൂ. അതെപ്പോഴും മനസ്സിലാക്കുക. പിന്നെ ഈ തൊട്ടടുത്തുള്ളവരെ എന്തെങ്കിലും വന്നാലേ കൂടി വരാനുണ്ടാവുള്ളൂ, അതും കൂടി മനസ്സിലാക്കുക. ഇതാ പിടിച്ചോ. ഓ ഈശ്വര, അത് കിട്ടിയല്ലോ. ദൈവദൂതനെ പോലെ ഈ വന്നത് ഇട്ട് തന്നല്ലോ. എപ്പോഴെങ്കിലും മനസ്സിലാക്കണം അതൊക്കെ. മോനെ, ഇത് 1.5 പവനാ. അഹങ്കാരത്തിന് എപ്പോഴും ഒരു കുറവുമില്ല.